ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നേക്കുന്നത് ട്രൂ വാല്യൂവിലാണ് കുറച്ച് യൂസ്ഡ് കാർസ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ 5 lakhs താഴെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വണ്ടികളൊക്കെയാണ്. സോ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. വണ്ടികളും കാര്യങ്ങൾ, സ്റ്റോക്ക് കാര്യങ്ങൾ, എന്തായാലും ഭാഗത്തോട്ട് പോകാം. സോ ഗൈസ്, ഇന്ന് നമ്മളടുത്ത് പറയാൻ പോകുന്നത് വിഷ്ണു ബ്രോ ആണ്. ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം. ഹലോ വിഷ്ണു ബ്രോ. സോ ഇത് ലൊക്കേഷനും കാര്യങ്ങൾ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞോളൂ. ലൊക്കേഷൻ മേവറമാണ്. മേവറം കുട്ടിയത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് കയറി ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് റൈറ്റ് സൈഡിൽ വയറ്റിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. സോ ഇവിടെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെ വരും വണ്ടിയുടെയൊക്കെ സ്റ്റാർട്ടിങ്? ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് വണ്ടികൾ വരുന്നുണ്ട്. ഓക്കെ, 10-30 രൂപ സ്റ്റാർട്ടിങ് വണ്ടികളുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഇപ്പം ഒരു 50 രൂപ ആ റേഞ്ച് മേലോട്ടല്ല ഇപ്പം നിലവിൽ കിടക്കും. ഇപ്പം കിടപ്പുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളും കിടപ്പുണ്ട്. പിന്നെ ടോപ്പ് ബഡ്ജറ്റും ഉണ്ട്. 10 ലക്ഷം രൂപ വണ്ടികൾ കിടക്കും. 13 ലക്ഷം രൂപ വണ്ടികൾ ഉണ്ട്. സോ നമുക്കിപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടിയിലോട്ട് പോകാം. ഓക്കെ, ഇതിപ്പം നമുക്കിപ്പം സ്റ്റോക്കിലുള്ള ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി ഇതാണ്. 2003 മോഡൽ ഏറ്റവും ആണ്. സ്റ്റാൻഡേർഡ് വണ്ടി. പവർ സ്റ്റിയറിംഗ് ഇതൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. നോർമലി പവർ സ്റ്റിയറിംഗ് വരത്തില്ല. AC ഇല്ല. സ്റ്റാൻഡേർഡ് വണ്ടി. ഇത് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. 2003 വരുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ. 28 വരെ പേപ്പർ ക്ലിയർ. 28 വരെ ക്ലിയർ. നമുക്ക് ഈ പറഞ്ഞ വണ്ടി ഓടിച്ച് പഠിക്കാനും കൈ തെളിയാനും അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ പ്രൈസ് വരുമ്പോഴത്തേക്ക് 50 രൂപ. സോ ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് ഉള്ള വണ്ടി. ഇപ്പം നിലവിൽ കിടക്കുന്നത് വണ്ടി വന്ന കണ്ടീഷനിൽ കിടക്കുവാണ്. ഈ ഒരു കണ്ടീഷൻ അല്ല, വണ്ടി ഫുൾ സർവീസ് ചെയ്ത് വൃത്തിയാക്കി ആയിരിക്കും വണ്ടി തരും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നോക്കാം. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് കേട്ടോ. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്ന കണ്ടീഷനുള്ള പൊടിയഴുക്കൊക്കെ ഉണ്ട്. നോക്കാം. വണ്ടി വൃത്തിക്ക് വണ്ടി എടുത്തുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. വന്ന കണ്ടീഷൻ കിടക്കും. ഓക്കെ, ഇതാണ് വണ്ടി. 2003 മോഡൽ. ഓക്കെ, 2006 മോഡൽ. AC ആണ്. 26 വരെ പേപ്പർ ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞത് 26 വരെ പേപ്പർ. സോ ഓടിച്ചു പഠിക്കാൻ പറ്റിയ വേറൊരു വണ്ടി. പറഞ്ഞ പർപ്പസിന് പറ്റിയ വണ്ടി തന്നെ. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 65 രൂപ. 65 രൂപ. ഇത് MBFI മോഡലാണ്. MBFI. ഓക്കെ, സോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഇതെല്ലാം വന്ന കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടികളാണ്. വണ്ടി വൃത്തിയാക്കി സർവീസ് ചെയ്തിട്ട് ഈ പ്രസന്റ് കണ്ടീഷൻ വണ്ടിക്ക് നോക്കണം. ഓക്കെ, വണ്ടി വൃത്തിയാക്കി തരത്തുള്ളൂ. മാരുതി വണ്ടി ആകുമ്പോൾ നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടി. ഓക്കെ, മെക്കാനിക്കലി ആണെങ്കിൽ വർക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രസന്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞായിരിക്കും. 9 മോഡൽ സാൻഡോ സിംഗ് ആണ്. 2009 മോഡൽ. ടെസ്റ്റ് ഓക്കെ, ടെസ്റ്റ് വരുന്നുണ്ട്. അത് AC പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെയാണ് വരുന്നത്. പവറുണ്ട്. ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ വരും. കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 1 ലക്ഷം കഴിഞ്ഞാണ്. ഫസ്റ്റ് വീണ്ടും 1 ലക്ഷം കഴിഞ്ഞ് ഇറക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ, 2000 കിലോമീറ്റർ ആണ് കാണുക. 1 ലക്ഷം കഴിഞ്ഞാണ്. 1,80,000 കിലോമീറ്റർ. നമ്മൾ സെക്കൻഡ് ഓണർ ആണ് വണ്ടി. സെക്കൻഡ് ഓർഡർ. ടെസ്റ്റ് വരുന്നുണ്ട്. ടെസ്റ്റ് ഡിസംബറിലാണോ അതോ ഡിസംബറിലാണോ ടെസ്റ്റ് വരുന്നത്? ടെസ്റ്റ് ലാസ്റ്റോട് വരും. 9 മാസം 10 മാസം ആ റേഞ്ച് അടുപ്പിച്ച് വരും ടെസ്റ്റ്. ഓക്കെ, ഇത് പ്രൈസ് വരുമ്പോൾ 85 രൂപ. 85 രൂപ. സ്പാർക്കാണ്. 11 മോഡൽ. കമ്പനി നിർത്തിയതാ. ഷെവർലെയുടെ കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സർവീസ് സെന്റർ കാര്യങ്ങളൊക്കെ കൊല്ലത്തമ്മ കൂടെ ഉണ്ട്. ഓക്കെ, സർവീസ് സെന്റർ ഉണ്ട്. 2011 മോഡലാണ്. ഇതാകുമ്പോൾ സെക്കൻഡ് ഓണർ ആണ് വണ്ടി കേട്ടോ. സെക്കൻഡ് ഓർഡർ ആണ്. ഇതും ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ്. ഓക്കെ, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കംപ്ലൈന്റ്സ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പ്രസന്റ് കണ്ടീഷൻ ആയിരിക്കും. കാര്യം നമ്മളെ മാരുതി വണ്ടി മാത്രമേ നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ. അതർ ബ്രാൻഡ് വണ്ടിയൊക്കെ പ്രസന്റ് കണ്ടീഷൻ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ ആയിരിക്കും തരുന്നത്. എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ വണ്ടി ഓടിച്ചു നോക്കാം. ആരെങ്കിലും വിളിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു അങ്ങനെ ആയിരിക്കും കുറച്ചൊരു ബെറ്റർ. കാര്യം അതർ ബ്രാൻഡ് വണ്ടി ആയതുകൊണ്ട് മാരുതി വണ്ടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ മെക്കാനിക്കലി ആണെങ്കിലും ഫുൾ സർവീസ് ചെയ്തായിരിക്കും നമ്മൾ ക്ലിയർ ചെയ്തിട്ട്. പിന്നെ ഈ സർവീസ് നമ്മൾ ചെയ്യുന്ന പെയിന്റിംഗ് വർക്ക് നമ്മൾ ചെയ്യും. മെക്കാനിക്കലി ഉള്ള വർക്ക് നമ്മൾ ചെയ്യും. അതർ ബ്രാൻഡ് വണ്ടിയാണ്. പെയിന്റിംഗ് വർക്ക് ചെയ്യും. സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് ജനറലും ചെക്ക് ചെയ്യും. ലൈറ്റ്സും കാര്യങ്ങളും ഓയിലും എല്ലാം അതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും. ഇത് സെക്കൻഡ് ഓണർ ആണ് വണ്ടി. സെക്കൻഡ് ഓണർ 4 ഡോർ പവർ 2016 മോഡൽ. 26 വരെ പേപ്പർ ഉണ്ട്. 26 വരെ. ഓക്കെ, അടുത്ത ഒരു ഇയോൺ ആണ്. ഇയോണിന്റെ ഇതും അതർ ബ്രാൻഡ് വണ്ടിയാണ്. 15 മോഡലാണ്. 15 മോഡൽ ഇയോൺ ബേസ് മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരത്തുള്ളൂ. കിലോമീറ്റർ വരുമ്പോൾ 75,000 കിലോമീറ്റർ. പിന്നെ ഓണർഷിപ്പ് വരുമ്പോൾ തേർഡ് ഓണർ. AC പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് 2 പവറിന്റെ വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ സ്റ്റീരിയോ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്യുന്നത്. ഇത് കമ്പനി സീറ്റ് കവർ തന്നെയാണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റ് സ്റ്റീരിയോ അഡീഷണൽ കസ്റ്റമർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് പ്രൈസ് വരുമ്പോൾ 2.25. 225. സോ വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. പെയിന്റിംഗ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് സൈഡ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ഓണർഷിപ്പിന്റെ ഒറ്റ ഇതേ ഉള്ളൂ. തേർഡ് ഓണർ ആണെന്നുള്ള. തേർഡ് ഓണർ വരുമ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്ക് 2011 തൊട്ടുള്ള വണ്ടിക്ക് ഫിനാൻസ് കിട്ടുന്നത്. ഓക്കെ, ചെയ്യാം. 1 വർഷം കിട്ടത്തുള്ളൂ. 1 വർഷം കിട്ടത്തുള്ളൂ. 2011 ആകുമ്പോഴത്തേക്ക് 2 വർഷം. 13 തൊട്ടുള്ള വണ്ടിക്ക് 3 വർഷം. പിന്നെ മാക്സിമം 5 ഇയേഴ്സ്. 15 തൊട്ടുള്ള വണ്ടിക്ക് 5 ഇയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഈ ഓണർഷിപ്പ് വരുമ്പോഴത്തേക്ക് ഫണ്ടിങ് കുറയും.
ഇയോണ് ഓൾട്ടോ അങ്ങനെയുള്ള സീരീസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റിൽ നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കും. ഇതിപ്പോൾ ഈ ഓണർഷിപ്പ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ഒരു 80 അല്ലെങ്കിൽ 70% ഫണ്ട് കിട്ടും. ഓക്കെ. സോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് 2.4 എടുക്കാൻ പറ്റിയ ഒരു ഇയോൺ ആണ് ഗൈസ്. ഫിനാൻസ് ചെയ്യാൻ കാര്യങ്ങൾ നമുക്ക് കിട്ടും. 2015 കൊണ്ടാണ് 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷം വരെ 2010 മോഡൽ ഫോട്ടോ പവറിന്റെ വരും. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്കും 2 രൂപ. 2010 വരുമ്പോഴത്തേക്ക് അടുത്ത വർഷം ടെസ്റ്റ് വരും. ഓക്കെ. ഫസ്റ്റ് ടെസ്റ്റ് ആണ് വരുന്നത് അടുത്ത വർഷത്തേക്ക്. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. ഇത് നമുക്ക് ലോൺ ചെയ്യാം. 1 വർഷത്തേക്ക് കിട്ടും. 1 വർഷത്തേക്ക് കിട്ടും. 1 വർഷം കിട്ടും. ഓക്കെ. അത് ഫിനാൻസ് ചെയ്തായിരിക്കും? നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും. ചോളമണ്ഡലം അങ്ങനെയുള്ള ഫിനാൻസ് ഒക്കെ ആയിരിക്കും. പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോഴത്തേക്ക് 9.10 ആ റേഞ്ച് വരും. ബസ്സുകാർ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പൊതുവെ കൂടുതലാണ്. 14 മോഡൽ കേട്ടണം. ഓൾട്ടോ കേട്ടണം. 14 മോഡൽ ഓൾട്ടോ കേട്ടറാണ്. VX ആണ് വണ്ടി. ഇതാകുമ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്. 31,000 കിലോമീറ്റർ. 31,594 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. ഇതും വണ്ടി വന്നതേ ഉള്ളൂ. മെക്കാനിക്കലി വണ്ടിക്കകത്ത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പെയിന്റിംഗ് വർക്കേ ഉള്ളൂ. ബമ്പറും ഇച്ചിരി സ്ക്രാച്ചും കാര്യങ്ങളും. പെയിന്റിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. ഈ സീറ്റിന്റെയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും? അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കൂ. സീറ്റ് കമ്പനി സീറ്റ് തന്നെ. ഇത് കമ്പനി അടിയിലുണ്ട്. പക്ഷേ ക്ലോത്ത് ടൈപ്പ് ആണ്. നമുക്ക് വാഷ് ചെയ്യുന്നത് നമുക്ക് നനച്ച് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. സ്മെല്ല് വരുന്നതുകൊണ്ട്. പിന്നെ റക്സിൻ ടൈപ്പ് നമ്മൾ സീറ്റ് ഓവർ ചെയ്യേണ്ടി വരും. ഇതിനകത്ത് നോർമലി വരുന്ന AC പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് 2 ഡോർ പവറിന്റെ മാത്രമേ നോർമലി വരത്തുള്ളൂ. പിന്നെ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ കാര്യങ്ങൾ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്പീക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോ കിലോമീറ്റർ വണ്ടികൾ വളരെ റയർ ആയിട്ടാണ് നമുക്ക് വരുന്നത്. എന്നാലും അഥവാ കിടക്കത്തുമില്ല. പ്രൈസ് വരുമ്പോൾ 260 വരും. 5 വർഷം വരെ നമുക്ക് ലോൺ കിട്ടും. 5 വർഷം ലോൺ കിട്ടും. 14 മോഡൽ. ഇതിന്റെ 60 രൂപ അല്ലെങ്കിൽ 70 രൂപ മാക്സിമം. 70 ഡൗൺ പേയ്മെന്റ്. മന്ത്ലി എത്ര വരും? മാക്സിമം നമുക്ക് നോക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 രൂപ നമുക്ക് എന്തെങ്കിലും ലോൺ കിട്ടും. മന്ത്ലി അടവ് എത്ര വരും? മന്ത്ലി നമുക്ക് പെർ ലാക്കിന് വരുന്നത് 2,500 ആണ്. 2,500 5 വർഷം പെർ ലാക്കിന്. ആകുമ്പോഴത്തേക്ക് 3,700 രൂപ. ഓക്കെ. ഓൾട്ടോ LXI 2010. അടുത്ത വർഷം ടെസ്റ്റ് വരും. അടുത്ത വർഷം 10 മോഡലാണ്. ഫസ്റ്റ് ടെസ്റ്റ് ആണ്. 25 വരെ പേപ്പർ ഉണ്ട്. ഈ സീറ്റ് വരെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്നതാണ്. സ്റ്റീരിയോ ഉണ്ട്. ഇത് പ്രൈസ് വരുമ്പോൾ 1.50 പ്രൈസ്. പിന്നെ ഇതൊന്നും വണ്ടിയുടെ പ്രസന്റ് കണ്ടീഷൻ നോക്കണ്ട. ഇത്രയും ലോ ബഡ്ജറ്റ് വണ്ടികളുള്ള വണ്ടികളായതാണ് നമ്മൾ വർക്ക് ചെയ്യാതെ ഒരു പ്രസന്റ് കണ്ടീഷൻ ഇടുന്നത്. ചിലവർക്ക് ഈ ഒരു കണ്ടീഷൻ മതി എന്ന് പറയും. വർക്ക് ചെയ്യാനാണെങ്കിൽ ഫുൾ നമ്മൾ വർക്ക് ചെയ്തേ വണ്ടി തരത്തുള്ളൂ. ഈ ഒരു കണ്ടീഷനെ നോക്കണ്ട. ഫുൾ സർവീസ് വൃത്തിയായിരിക്കും വണ്ടി. ഓക്കെ. അത് നമുക്ക് അപ്പുറത്ത് ഒരു ഓൾട്ടോ ഉണ്ട്. അത് 11 മോഡൽ. 26 വരെ പേപ്പർ. ഇതും LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. പ്രൈസ് വരുമ്പോൾ 1.25. സോ അത് കഴിഞ്ഞ് അടുത്തൊരു ഓൾട്ടോ അവിടെ കിടപ്പുണ്ട്. അടുപ്പിച്ച ഓൾട്ടോകളാണ്. 4 മോഡലാണ്. ഇതിനകത്ത് ടെസ്റ്റ് ഉണ്ട്. ഒരു ടെസ്റ്റ് കഴിഞ്ഞാണ്. ഓക്കെ. ഈ വർഷം അടുത്ത ടെസ്റ്റ് വരുന്നു. 10 മാസം 11 മാസം ടെസ്റ്റ് വരും. 11 മാസം. കിലോമീറ്റർ ഒക്കെ എത്ര? കിലോമീറ്റർ 1 ലക്ഷം ഓടിയ വണ്ടി. 1 ലക്ഷം ഓടിയത്. ഈ വർഷം ടെസ്റ്റ് വരുന്നുണ്ട്. അത് എടുത്ത് പറയണം. കാര്യം 4 ആയതുകൊണ്ടാണ്. പിന്നെ പ്രൈസ് വരുമ്പോൾ 70 രൂപ. പവർ സ്റ്റിയറിംഗ് ഇല്ല. ഇത് LX ആണ്. AC മാത്രം. സോ പുതിയ ടയർ കാര്യങ്ങളെല്ലാം പുത്തൻ ടയറാണ്. കണ്ടറിയാലോ. സോ പുതിയ ടയർ കാര്യങ്ങൾ 4 എല്ലാം വരുന്നതാണ്. സോ അടുത്തത് ഒരു ഓൾട്ടോ അല്ലേ? അതും ഓൾട്ടോ പുതിയ ന്യൂ മോഡലാണ്. ഓൾട്ടോ 14 മോഡൽ. 12 മോഡൽ. ഓക്കെ. ഗ്ലാസ് റീപ്ലേസ് ആണ്. വണ്ടി വന്ന കണ്ടീഷനിൽ കിടക്കുമ്പോൾ ഇതിനകത്ത് ഈ ഹെൽത്തിന്റെ ഓക്കെ. ഇത് ക്ലിയർ ചെയ്ത്. ഓക്കെ. പെയിന്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലി ആണെങ്കിൽ ഫുൾ നമ്മൾ വർക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടി തരും. വർക്ക് ചെയ്തിട്ട് വണ്ടി. ഇത് കിലോമീറ്റർ 63,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തില്ല. ഇതിനകത്ത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 പവറിന്റെ അഡീഷണൽ വരുന്നത്. ഇൻബിൽറ്റ് വരുന്നത് ഈ മോഡലിനകത്ത് വരുന്നതാണ്. ബാക്കിയെല്ലാം അഡീഷൻ ചെയ്യുന്നത്. ഈ സീറ്റ് ഫ്ലോർ മാറ്റ് ഇതെല്ലാം അഡീഷണൽ. 2.10 പ്രൈസ് വരുന്നത്. 2.10 പ്രൈസ്. നമുക്ക് ഫിനാൻസ് ഒരു 50 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. അത് 12 ആകുമ്പോഴത്തേക്ക് മാക്സിമം 3 വർഷത്തേക്ക് കിട്ടത്തുള്ളൂ. 3 വർഷം വരെ ലോൺ കിട്ടും. മന്ത്ലി അടവ് എന്ത് വരും? 1,00,000 3 വർഷം ആണെന്നുണ്ടെങ്കിൽ 3,700 രൂപ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. മാസം 3,700. പെർ ലാക്ക്. ഓക്കെ. അതായത് 50 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കി ഇപ്പം 1.25 അടുപ്പിച്ച് 1.25 ഓളം എന്തായാലും ലോൺ കിട്ടും. 1.25 അടുപ്പിച്ച്. നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 1.5 രൂപ എന്തായാലും കൺഫേം ആയിട്ട് 1.5 രൂപ എന്തായാലും കിട്ടും. 1.5 രൂപ 3 വർഷത്തേക്ക് കട വരുമ്പോഴത്തേക്ക് ഏകദേശം എന്തായാലും ഒരു 5 രൂപയ്ക്കകത്തല്ല 5 രൂപ
5 രൂപ റേഞ്ച്. ആ ഓക്കെ. സോ 5 രൂപയൊക്കെ മാസം എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണിത്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരും. ടയറെല്ലാം അത്യാവശ്യമുണ്ട്. ടയർ ഏകദേശം 90% ഉണ്ടല്ലേ? പുതിയ ടയറാണ്. സോ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്തതൊരു റിച്ച് ആണല്ലേ? മാരുതി വണ്ടി തന്നെയാണ്. 2013 മോഡൽ. 4 ഡോറും വരും. ഓക്കെ. പെട്രോൾ വേരിയന്റ് ആണ് ഇത്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ഒരു റിച്ച് ആണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്ന റിച്ച് ആണ്. ആ ഓക്കെ. റിച്ചിനകത്ത് 1.2 ആണ്. മൈലേജ് ഏകദേശം 28 വരെ പേപ്പർ ഉണ്ട്. മൈലേജ് ഏകദേശം 24 വരെ മൈലേജ് ഉണ്ട്. 18 ആവറേജ് വരും. 345. സോ 345 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ റിച്ച് ആണ്. ഫിനാൻസ് കിട്ടുന്നതാണ്. 2013 3 വർഷം വരെ ലോൺ കിട്ടും. മാക്സിമം 4 വർഷം നോക്കാം. 3 വർഷം വരെ എന്തായാലും കൺഫേം കിട്ടും. ഓക്കെ. സോ ഇനി അടുത്തത് ഒരു ഓൾട്ടോ ആണ്. ഓൾട്ടോ ന്യൂ മോഡലാണ് വണ്ടി. 2020 മോഡൽ. ഓക്കെ. പ്രൈസ് വരുമ്പം 2020 കിലോമീറ്റർ 33,000 കിലോമീറ്റർ. സോ 33,000 കിലോമീറ്റർ വരുന്ന ഒരു വണ്ടിയാണ്. ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് സീറ്റും കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. സീറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊള്ളാം. ടയറാണെങ്കിൽ ഏകദേശം 80 above ടയറുണ്ട്. കമ്പനി ടയർ തന്നെ നടക്കുന്നത്. കമ്പനി ടയർ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇതിലും AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ നോർമലി കമ്പനി വരുന്നതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ ഇതെല്ലാം അഡീഷണൽ ചെയ്തേക്കാണ്. ഇത് പിന്നെ BS6 വരുന്നുണ്ട്. എയർ ബാഗ് വരുന്ന മോഡലാണ്. ഓക്കെ. എയർ ബാഗ് വരുന്നുണ്ട്. പ്രൈസ് വരുമ്പം 365. 365 അതോളം ലോൺ കിട്ടും. 5 വർഷം വരെ നമുക്ക് ലോൺ കിട്ടും. അത് മന്ത്ലി അടവ് എത്ര വരും? മന്ത്ലി പെർ ലാക്കിന് 2,500 രൂപയാണ് വരുന്നത് പെർ ലാക്കിന്. പിന്നെ ഈ സാലറി ഒക്കെ ഉള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 വർഷം വരെ കിട്ടും. 7 വർഷം വരെ കിട്ടും. സോ അമരവിളക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. നോക്കിയിടുന്നതല്ലേ? എന്തായാലും വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതും ഓൾട്ടോ തന്നെയാണ്. 2012 മോഡൽ. സോ 2012 മോഡൽ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച് ഡിമാൻഡിരിക്കുക. ഇതൊന്നും കണ്ടീഷൻ നോക്കണ്ട. വണ്ടി വൃത്തിയാക്കി വണ്ടി തരത്തുള്ളൂ. ഇച്ചിരി പെയിന്റിംഗ് വർക്ക് ഉണ്ട്. ചെറിയ രീതിയിൽ പെയിന്റ് കാര്യങ്ങളൊക്കെ ടച്ചിങ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കിലോമീറ്റർ 80 റേഞ്ച് ഓടിയിട്ടുണ്ട്. 80 റേഞ്ച് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. ഓൾട്ടോറേറ്റഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ട്. നോർമലി വരുന്നത്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടും. 2012 ആണ്. മാക്സിമം 3 വർഷം വരെയൊക്കെ ലോൺ കിട്ടും. 3 വർഷം വരെ കിട്ടും. ഇത് പ്രൈസ് വരുമ്പോൾ 215. അതേ പ്രൈസ് തന്നെയാണ് ഇതും വരുന്നത്. ഇത് 2014 മോഡലാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഓണർഷിപ്പിന്റെ ചെറിയ ഇഷ്യൂ വന്ന് മാത്രമാണ്. തേർഡ് ഓണറാണ്. കിലോമീറ്റർ കുറവാണ്. 50,000 കിലോമീറ്റർ ഓടി. ഓക്കെ. പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഇതിനകത്തും വരുന്നതാണ്. സെയിം LXI സെയിം മോഡൽ. ഈ ഒരു ഓണർഷിപ്പിന്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് പ്രൈസ് സെയിം വരുന്നത്. 215. 2014. അത് 13. ഇത് 14. ഓ. അത് 2012 മോഡലും ഇത് 2014 മോഡലുമാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഈ പ്രൈസിന്റെ സെയിം ആണെങ്കിലും ഓണർഷിപ്പിന്റെ ഓക്കെ. ഇത് മേളിൽ 230 പ്രൈസ് വ്യത്യാസം വരുന്നതാണ്. ഓണർ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് ഓണർ ആയതുകൊണ്ടാണ് ആ റേഞ്ച് വരുന്നത്. 215, 210 റേഞ്ച് വരും. 18 മോഡൽ. സോ 18 മോഡൽ ഓൾട്ടോ ആണ്. 315 എടുക്കാൻ പറ്റിയ ഒരു ഓൾട്ടോ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് 2017 മോഡലോട്ടുള്ള വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ട്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 2017 മുതലുള്ള വണ്ടിക്ക്. 19 ശേഷമുള്ള വണ്ടിക്ക് 2020 തൊട്ടുള്ള വണ്ടിക്ക് അറേഞ്ച് വരുമ്പോൾ 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും വരും. മാരുതി വണ്ടിക്കാണ്. മാരുതി വണ്ടിക്ക് മാത്രം. ഇതൊക്കെ വാറണ്ടി വരുന്ന വണ്ടികളാണ്. വാറണ്ടി മീൻസ് പുതിയ വണ്ടി കിട്ടുന്ന സെയിം വാറണ്ടി. ഗിയർ ബോക്സ് എല്ലാം വരുന്ന റീപ്ലേസ്മെന്റ് വാറണ്ടി. ഓക്കെ. ഗൈസ് അടുത്ത വരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 3-3.5 ബഡ്ജറ്റിനകത്ത് വരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി. 14 മോഡലാണ്. 65,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്ന വണ്ടി. സിംഗിൾ ഓണർ ആണ്. അഡീഷണൽ ചെയ്തതാണ്. ഓട്ടോമാറ്റിക് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഈ ഒരു 3-3.5 റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല സെയിലുള്ളതാണ്. വണ്ടി വന്നാലും കടക്കത്തില്ല. ഇതൊക്കെ വന്ന വണ്ടികളാണ്.
ഇപ്പൊ ഈ ക്ലിപ്പൊക്കെ ഓപ്പൺ ആയിരിക്കുന്നു, അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കത്തില്ലേ? നമ്മള് ഇവിടുത്തേക്ക് ക്ലിപ്പ് ഓപ്പൺ ആയിരിക്കും, അതെല്ലാം വർക്ക് ചെയ്ത് തരത്തുള്ളൂ. അതെല്ലാം വർക്ക് ചെയ്ത് ക്ലിയർ ആക്കി തരുന്നു. ഓക്കെ, സോ അതെല്ലാം ക്ലിയർ ചെയ്ത് തരും. ഈ വണ്ടിക്ക് അത് പ്രസന്റ് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞ കാര്യം, ഓൾറെഡി നമ്മൾ ഫുൾ മെക്കാനിക്കലി ആണെങ്കിലും ഫുൾ വർക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടി തരുന്നത്. ഈ ഒരു പ്രസന്റ് കണ്ടീഷനെ നോക്കണ്ട, ഫുൾ വർക്ക് ചെയ്തിട്ടായിരിക്കും. കാര്യങ്ങൾ വിളിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കാൻ പ്രശ്നമൊന്നുമില്ല. പറയുന്ന വർക്ക് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയായിരിക്കും തരും. ബ്രാൻഡ് വണ്ടിക്കകത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത്. നമുക്ക് സ്പെയറോ കാര്യങ്ങളോ വർക്ക്ഷോപ്പോ കാര്യങ്ങളോ വർക്കേഴ്സോ ആരും ഇല്ല. അപ്പോൾ നമുക്ക് സ്പെയറും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഓക്കെ, ഇതും ഫിനാൻസ് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു 3.5 ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടികൾ അത്യാവശ്യം സെയിലുള്ളതാണ്. ഈ ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കി നടക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഓ, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. മെയിനായിട്ട് ലേഡീസിന് തന്നെ പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പൊ ലേഡീസ് മാത്രമല്ല, ഇപ്പം വേറെ കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്, ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, പിന്നെ സിറ്റി യൂസിനും ഓട്ടോമാറ്റിക് തന്നെയാണ് എപ്പോഴും കംഫർട്ട്. ട്രാഫിക് വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ ഓട്ടോമാറ്റിക് മാനുവലും തമ്മിൽ മൈലേജിന്റെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സർവീസ് കോസ്റ്റ് കൂടുതലായിരിക്കും ഓട്ടോമാറ്റിക് വരുമ്പോൾ. എങ്കിലും മാരുതി വണ്ടിക്കകത്ത് ഒരുപാട് സർവീസ് കോസ്റ്റ് വരത്തില്ല. ബഡ്ജറ്റ് ഫ്രീ ആണ്, എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ്. സോ താങ്ക് യു ബ്രോ. നമുക്ക് എന്തായാലും ഇന്ന് ബ്രോ ആണ് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം പറഞ്ഞത്. നമ്മൾ എന്തായാലും ഇനി ഇതിപ്പോൾ 3 lakhന്റെ അകത്തുള്ള ബഡ്ജറ്റുള്ള വണ്ടികളാണ്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. 5 lakhs മേലോട്ടാണ് നോക്കാം. 5 lakhs 3A പോകുന്ന വാഗണർ സീരീസ് എല്ലാം ഒരുപാട് കിടപ്പുണ്ട്. നിലവിൽ ഇപ്പോൾ വാഗണർ നമുക്ക് 3.5 മേലോട്ടുള്ള വണ്ടികൾ മാത്രമേ കിടപ്പുള്ളൂ. അല്ലാത്ത വണ്ടികൾ ഉണ്ടായിരുന്നു, 3.5 വണ്ടികൾ ഉണ്ടായിരുന്നു, എല്ലാം പോയതാ. ഓക്കെ, അത് വാഗണറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ളത്. വാഗണർ ഇപ്പൊ കിടക്കുന്ന അത്യാവശ്യം വാഗണർ സീരീസ് മൊത്തം കിടപ്പുണ്ട്. 8 വാഗണർ കിടപ്പുണ്ട്, പക്ഷേ ഇതെല്ലാം 3.5 മേലോട്ടുള്ള വണ്ടികളാണ്. സോ നമ്മളിന്നിപ്പോൾ ചെയ്യുന്ന 3.5 താഴെ ഉള്ള വണ്ടികളാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഏകദേശം ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. വാഗണർ ആയാലും സ്വിഫ്റ്റ് ആയാലും അതേ കണക്ക് ക്രെറ്റ, അങ്ങനെ കുറേ ബലേനോ ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ പിന്നെ ഒരു ദിവസം ചെയ്യാം. സോ എന്തായാലും താങ്ക് യു ബ്രോ. ഒന്നുകൂടെ നമുക്ക് എന്തായാലും നാളെ കാണാം. ഓക്കെ. സോ ഗൈസ്, ഇതായിരുന്നു ഇന്ന് നമ്മളെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോട് ഓൺ ആക്കിയിട്ടോ. എന്തായാലും ഇന്ന് 3.5 വണ്ടിയാണ് നോക്കിയത്. ആ ഒരു ബഡ്ജറ്റേ നോക്കാൻ പറ്റുള്ളൂ, കാരണം ഒരുപാട് ടൈം ലേറ്റായി. അത് കണക്ക് ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട് ഇവിടെ. ഏകദേശം എങ്ങനെ പോയാലും ഒരു 10-100 കാറോളം കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതൊരു പാർട്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ബഡ്ജറ്റ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് പല സൈഡായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഇനി ഒരു ദിവസം വന്ന് ചെയ്യാം. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോട് ഓൺ ആക്കിക്കോ. സോ ഇനി ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ.